ഷാബു പ്രസാദിലേക്കാണ് പോകുന്നത്. ഷാബു പ്രസാദ്, എമ്പുരാനെതിരെ എന്തിനാണിപ്പോൾ ഈ സംഘപരിവാറിൻ്റെ കലിതുള്ളൽ? സംഘപരിവാർ എന്നാൽ അതായത് ഇപ്പം RSS ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏതെങ്കിലും സംഘപരിവാർ സംഘടനയായിക്കോട്ടെ, ഈ എമ്പുരാനെതിരെ ഒരു യുദ്ധവും പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ സംഘപരിവാറിന്റെ ഇപ്പൊ അതിൻ്റെ അകത്ത് ചുമതലപ്പെട്ടവർ MT രമേശും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അടക്കമുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഒരു സിനിമയ്ക്കെതിരെയും ബഹിഷ്കരണ ഭീഷണിയോ ബഹിഷ്കരണ ആഹ്വാനമോ ഒന്നും നടത്തും. അപ്പൊ ഈ ഓർഗനൈസർ എന്ന മാസിക ഈ പറയുന്ന സംഘപരിവാറിന്റെ ഒരു ഭാഗത്ത് വരുന്നതല്ലേ? തീർച്ചയായിട്ടും അതെ. ഓർഗനൈസറിന്റെ അകത്ത് ആർക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യും. അതിനിപ്പോ എന്താ? ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ആരുടെയും നിഷേധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഓർഗനൈസറിന്റെ അകത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. അതായത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഓർഗനൈസറിനകത്ത് പറയാം, സിനിമയായിട്ട് ആരും സംവിധാനം ചെയ്ത് ഇറക്കരുത്. അല്ല, ഇന്ന് സിനിമ സംവിധാനം ചെയ്തെന്ന് പറഞ്ഞാൽ ആ സിനിമ ഇപ്പോഴും കേരളത്തിൽ ഓടുന്നുണ്ടല്ലോ. ഏതെങ്കിലും തിയേറ്ററിന്റെ മുമ്പിലോ തിയേറ്റർ കത്തിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകടനങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഓടുന്ന അതേ സിനിമ തന്നെ ആയിരിക്കുമോ തിങ്കളാഴ്ച മുതലും തിയേറ്ററുകളിൽ കാണുക? എനിക്കറിയില്ല. അത് അവരാണ് ഇപ്പം RSS പറഞ്ഞു ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായോ, ഇത് മാറ്റിയില്ലെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടാകും, ഇവിടെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എല്ലാം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ഓർഗനൈസറിൽ വന്ന മോഹൻലാലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മോഹൻലാൽ തൻ്റെ ആരാധകരെ വഞ്ചിച്ചിരിക്കുകയാണ് എമ്പുരാൻ സിനിമയിലൂടെ എന്നാണ് അതിലെ ഒരു പ്രയോഗം. മറ്റൊന്ന് പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ചാണ്. പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഓർഗനൈസർ. അദ്ദേഹം വാര്യൻകുന്നൻ എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മുമ്പ് അനൗൺസ് ചെയ്തത് ഇപ്പോൾ ഓർത്തെടുക്കുകയാണ് ഓർഗനൈസർ. ഇതൊക്കെ ഞാൻ ചില കാര്യങ്ങൾ മാത്രമാണ്, വേണമെങ്കിൽ അങ്ങേക്ക് അത് കൂട്ടിച്ചേർത്ത് ഞാൻ പലതും പറയാം. അദ്ദേഹം CAA പ്രക്ഷോഭത്തിൽ എടുത്ത നിലപാട്, അതുപോലെ ലക്ഷദ്വീപിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ വന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്, ഇതൊക്കെ ഓർഗനൈസറിൽ ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. മോഹൻലാലിനെക്കുറിച്ച്, പൃഥ്വിരാജിനെക്കുറിച്ച്, മുരളി ഗോപിയെക്കുറിച്ച്, അതുപോലെ ഈ സിനിമയിൽ മൊത്തത്തിൽ വന്ന രാഷ്ട്രീയ പരാമർശമുള്ള രംഗങ്ങളെക്കുറിച്ചൊക്കെ. ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന് കാണണോ? അല്ല ലാലെ, ഇവിടെ ഒരു രാഷ്ട്രീയ പരാമർശങ്ങളും ഇല്ലാത്ത, രാഷ്ട്രീയം വിദൂരമായി പോലും ചർച്ച ചെയ്യാത്ത 2-3 സിനിമകൾ കേരളത്തിൽ വന്നിരുന്നല്ലോ. മേപ്പടിയാൻ, മാളികപ്പുറം, ജയ് ഗണേശ്. ഇതൊക്കെ എന്തിന്റെ പേരിലായിരുന്നു ഇവിടെ ബഹിഷ്കരണ ഭീഷണിയും അല്ലെങ്കിൽ ഇവിടെ അതിനെതിരെ ഹേറ്റ് ക്യാമ്പയിനും ഒക്കെ നടന്നത്? രാഷ്ട്രീയം വിദൂരമായിട്ട് പോലും. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരോ ഈ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരോ, താങ്കൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ഏതെങ്കിലും സംഘടനകളോ ബഹിഷ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിലെ നടനെതിരായിട്ടോ സംവിധായകനെതിരായിട്ടോ ഏതെങ്കിലും തരത്തിൽ അവരുടെ രാഷ്ട്രീയം കുത്തിപ്പൊക്കിക്കൊണ്ട് പോസ്റ്റുകൾ ഇടുക, സിനിമയിലെ രംഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാത്രമേ അടുത്ത ദിവസം മുതൽ കാണിക്കാവൂ എന്ന് പറയുക, അതിൽ അഭിനയിച്ച ആളുകളുടെ പുരസ്കാരങ്ങൾ തിരിച്ചു വാങ്ങണം എന്ന് പറയുക, ഇതൊക്കെ ഉണ്ടായോ? ബഹിഷ്കരണ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ഒരു കട്ട സംഘിയാണ്, സംഘിയായതുകൊണ്ട് മാത്രം അയാൾ വെറുക്കപ്പെടേണ്ടവനാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്, കണ്ണും തുറന്ന് കണ്ണുണ്ടായ പോരെ കാലേ സർക്കാരിന്റെ പേര് പറയൂ. അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എമ്പുരാനെതിരെ ഭീഷണി മുഴക്കിയ ഒരു സംഘടനയുടെ പേര് പറഞ്ഞു. യുവമോർച്ച. ഏത് യുവമോർച്ചയുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും. യുവമോർച്ചയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഗണേഷ്. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതാ സംഘടന. അങ്ങനെയാണെങ്കിൽ അവരെ വ്യക്തിപരമായി മാറ്റി നിർത്തണം, അവർ വ്യക്തികളായി മാറണം. അത് സംഘടനയുടെ തലപ്പത്തിരിക്കും. അത് ആ സംഘടന തീരുമാനിച്ചോളും. മാറ്റി നിർത്തണോ, തരം താഴ്ത്തണോ, ദേശാഭിമാനി വായിപ്പിച്ച് ശിക്ഷ കൊടുക്കണോ എന്നൊക്കെ അതാത് സംഘടനകൾ തീരുമാനിച്ചു. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. അതാണ് ഞാനും പറഞ്ഞു വന്നത്. അപ്പോൾ ഓർഗനൈസർ ഇതിന്റെ എല്ലാം അതിന്റെ തലപ്പത്തിരിക്കുന്ന
കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുന്ന, എന്ത് ചെയ്യണമെന്ന് ഇവർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന ആളുകളുടെ തീരുമാനങ്ങൾ വരുന്ന ഒരു മാസികയാണല്ലോ ഓർഗനൈസർ. ആ ഓർഗനൈസറിൽ വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഇപ്പോൾ റീമോഡിഫൈ ചെയ്യാൻ പോവുകയാണ് എമ്പുരാൻ. അത് മനസ്സിലാക്കണം. ചില മാധ്യമങ്ങൾ റീസെൻസർ എന്ന് പറയും, ഇത് റീമോഡിഫിക്കേഷൻ. അത് നടത്താൻ പോവുകയാണ് ഇപ്പോൾ. നിങ്ങളെ നിർത്ത്. അങ്ങനെയെങ്കിൽ മഹത്തായ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം ശക്തി കേന്ദ്രമായ സംഘപരിവാറിനെ അടുപ്പിക്കാത്ത ഈ മഹത്തായ കേരളത്തിൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തിനാണ് അവർ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്? അതായത് നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. സെൻസർ ബോർഡ് ഉണ്ട്, ഞങ്ങളുടെ ഭരണമുണ്ട്, ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാം. ഞങ്ങൾ കൊടുത്ത ലഫ്റ്റനന്റ് കേണൽ പദവി ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് ഞങ്ങളുടെ സമ്മർദ്ദ ഗ്രൂപ്പുകളെ കൊണ്ട്, ഞങ്ങളുടെ കുട്ടി സംഘടനകളെ കൊണ്ട് ഇതൊക്കെ വിളിച്ചു പറയിക്കുക, എന്നിട്ട് പേടിപ്പിക്കുക. ആ പേടിപ്പിക്കൽ വീണിപ്പോൾ 17 രംഗങ്ങൾ മുറിച്ചു മാറ്റാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമായോ? ലാലെ, ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങി. ഒരു സംശയവും വേണ്ട കേട്ടോ. ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് താങ്കൾക്കാണ് അവസരം തരുന്നത്. ഇത് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണിയാണെന്ന് തന്നെ കൂട്ടിക്കൂ. അല്ല, ഇത് തന്നെയാണ് മറ്റവരും ചെയ്യുന്നത്. എന്നാ ഞാൻ ഇവിടെ നിർത്തിക്കോളാം. ഇവിടെ നിർത്താം. സർ പറഞ്ഞോളൂ, താങ്കൾക്കാണല്ലോ അവസരം. താങ്കളോട് ചോദ്യം ചോദിക്കുന്നു. അനാവശ്യമായി എന്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നു, ആ സിനിമയിൽ നിന്ന് രംഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതല്ലേ നടക്കുന്നത്? അല്ല, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ ഇറങ്ങിക്കോളാം. ഇല്ല, പറയൂ സാർ. ഞാൻ എന്റെ വായ ഞാനങ്ങ് മൂടിക്കെട്ടിക്കോളാം. താങ്കൾക്ക് പറയാൻ അവസരമല്ലേ? താങ്കൾക്ക് ഇത് പറയാൻ താല്പര്യമില്ലേ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ലേ താങ്കൾക്ക്? ചോദ്യത്തിന് ഉത്തരം പറയുമ്പം ഈ അനാവശ്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിയുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, 17 രംഗങ്ങൾ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് മാറ്റാൻ പോകുന്നു. സിനിമയുടെ നിർമ്മാതാവ് അതിന് നിർദ്ദേശം കൊടുത്തു. അതിലെ പ്രധാനപ്പെട്ട നടൻ മോഹൻലാൽ ഇപ്പോൾ ആ ഭാഗങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ വരുന്നത് നിങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ അകത്തൊരു കാര്യം, ഈ പടം പുറത്തു വന്നു, പടം റിലീസ് ചെയ്തതിനെ തുടർന്ന് ഇവിടെ വലിയ തോതിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി, അനുകൂലമായും പ്രതികൂലമായും എല്ലാം. അത് തീർച്ചയായും ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് അഭിപ്രായം പറയാനും അഭിപ്രായം രേഖപ്പെടുത്താനും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് വൺ വേ ട്രാഫിക് അല്ല. ഇത് ഒരു പൊതുജന വികാരമായി വരുന്നോ എന്ന് തോന്നിയിട്ടാകാം നിർമ്മാതാവും പ്രമുഖ നടനും ഒക്കെ അതിൻ്റെ അകത്ത് മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അല്ലാതെ ഇവിടെ RSSോ സംഘപരിവാറോ സിനിമയ്ക്കെതിരെ പ്രകടനം നടത്തുവോ മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു പൊതുജന വികാരം മാനിച്ച് സിനിമയിൽ മാറ്റങ്ങൾ വരുന്നതാണോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കാം. പക്ഷേ ഈ പൊതുജന വികാരം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാമോ? ഇവിടെ ഈ സിനിമയിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തെ കലാപത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. ആ കലാപം അവിടെ അവതരിപ്പിച്ച് സിനിമയിലെ കഥയിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകൾ ഇതിനകത്ത് വില്ലനൈസ് ചെയ്യപ്പെടുന്നു. ഓർഗനൈസർ പറയുന്നത് പോലെയാണെങ്കിൽ അത് BJPയുമായി സാമ്യമുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള പ്രത്യയശാസ്ത്രത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നു വരുന്നു. അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അത് ശക്തമായി സിനിമ ഇറങ്ങി 48 മണിക്കൂർ കൊണ്ട് അതിലെ 17 ഭാഗങ്ങൾ മുറിച്ചു മാറ്റത്തക്കവണ്ണമുള്ള വിധത്തിൽ അത്രമാത്രം സമ്മർദ്ദമുണ്ടാക്കാൻ ശേഷിയുള്ള ഒരു വിമർശനമാണെങ്കിൽ അതാണ് സംഭവിക്കേണ്ടത്. അതല്ലാതെ ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടായി അതിനെതിരായി മറ്റൊരു സിനിമ എടുത്ത് കാണിക്കാനുള്ള ഒരു അവസരമല്ല ഉണ്ടാകേണ്ടത് എന്ന് കരുതുന്നവരാണോ നിങ്ങൾ? ഈ നാട്ടിൽ വിമർശിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഈ നാട്ടിൽ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഈ സിനിമ മുൻപോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഈ സിനിമ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്. ആ പൊളിറ്റിക്കൽ നറേറ്റീവിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം, എതിർക്കുന്നവരുണ്ടാകാം. ആ എതിർക്കുന്നവർ എതിർക്കുന്നു, അനുകൂലിക്കുന്നവർ അനുകൂലിക്കുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിലും പുറത്തും ഇത് വലിയ ചർച്ചയാകുന്നു. ഇതല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ള? ഇത് ആരോഗ്യകരമായ ഒരു കാര്യമല്ലേ? ശരി,